induced electric field and magnetic vector potential A. So from the basic laws of electricity and magnetism, especially for the curl relations del cross E equal to minus dou B by dou T and del cross B equal to mu 0 J, we can conclude that the electric field E depends on minus dou B by dou T, and in the similar way the magnetic field B depends on mu 0 J. So E depends on minus dou B by dou T. In a similar manner, B depends on mu 0 J. Okay, now according to Biot-Savart's law, B equal to mu 0 by 4 pi volume integral J cross R cap by R square into d. Our basic equation for മാഗ്നറ്റിക് ഫീൽഡ് ആണ് ബയോട്ട്-സാവർട്ട്സ് ലോ വെച്ചിട്ടുള്ളത്. ഓക്കെ, നോ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ആ ഒരു ഡിപ്പെൻഡൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഇക്വേഷൻ ക്യാൻ ബി ട്രാൻസ്ഫോംഡ്. എങ്ങനെ? ബി ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ഇ, ദെൻ mu 0 j ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ മൈനസ് ഡോ ബി ബൈ ഡോ ടി. അതായത് ഈ ഒരു ഡിപ്പെൻഡൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ബയോട്ട്-സാവർട്ട്സ് ലോന്റെ ഇക്വേഷൻ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആക്കി മാറ്റാൻ പോവാണ്. സോ വി ഹാവ് ടു റീപ്ലേസ് B by E and mu 0 J by minus dou B by dou T. Okay, so equation എങ്ങനെ വരും? B ക്ക് പകരം E equal to, ഇവിടെ mu 0 J ക്ക് ഉണ്ട് അല്ലേ, mu 0 J ക്ക് പകരം മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. അപ്പോൾ മൈനസ് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു, ഇൻറ്റു 1 by 4 pi വോളിയം ഇൻറ്റഗ്രൽ മൈനസ് ഡോ ബി ബൈ ഡോ ടി ക്രോസ്, മൈനസ് നമ്മൾ നേരത്തെ പുറത്തുകൊണ്ട് മൈനസ് വേണ്ട, പ്ലസ് ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടോ. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ഒന്നും കൂടെ ഞാനൊരു സ്റ്റെപ്പ് മാറ്റി എഴുതാൻ പോവാണ്. അതായത് ഞാനിവിടെ ഡോ ബൈ ഡോ ടിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? സോ ഡോ ബൈ ഡോ ടി ഓഫ് മൈനസ് 1 by 4 pi വോളിയം ഇൻറ്റഗ്രൽ, ഇനി ബാക്കി ആരാളുള്ളത്? അപ്പോൾ ഡോ ബൈ ഡോ ടി പോയി കഴിഞ്ഞാൽ ബി മാത്രം അല്ലേ. സോ ബി ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടോ. നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചതാണ് ദ റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി ഓർ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ പൊട്ടൻഷ്യലിനും നമുക്ക് സിമിലർ ആയിട്ടുള്ള ഡൈവ് ആൻഡ് കേൾ റിലേഷൻസ് ആണുള്ളത് അല്ലേ. അതായത് ഫോർ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ ഡെൽ ഡോട്ട് എ ഈക്വൽ ടു 0 ആണ്. സിമിലർ വേ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് ആണെങ്കിലോ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 തന്നെയാണ്. ഇനി കേൾ റിലേഷൻ ആണെങ്കിലോ ഡെൽ ക്രോസ് എ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആൻഡ് ഡെൽ ക്രോസ് ബി ഈക്വൽ ടു mu 0 j by Ampere's law അല്ലേ. അപ്പോൾ നോക്കി, രണ്ടിനും സിമിലർ ആയിട്ടുള്ള ഡൈവ് ആൻഡ് കേൾ റിലേഷൻസ് ആണ്, ശരിയല്ലേ? അപ്പം ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇഫ് ഐ റീപ്ലേസ് എ ബൈ ബി, അല്ലെങ്കിൽ എ ഡിപ്പെൻഡ്സ് ഓൺ ബി ആണ്, അതേപോലെ ലൈക്ക് ബി ഡിപ്പെൻഡ്സ് ഓൺ mu 0 j. നോക്കിയേ, ഇതാ എ ഡിപ്പെൻഡ്സ് ഓൺ ബി അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു? എ ബി ആക്കി മാറ്റി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഡൈവ് ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ കേസിൽ എന്താ വേണ്ടത്? ബി റീപ്ലേസ്ഡ് ബൈ mu 0 j വേണം, അതേപോലെ എ റീപ്ലേസ്ഡ് ബൈ ബി. അപ്പം ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി വെക്കി. എക്ക് പകരം ഞാൻ ബി കൊടുത്തു അല്ലേ, പിന്നെ ബിക്ക് പകരം ആര് കൊടുക്കണം? mu 0 j കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷൻ കിട്ടി. അതായത് ദർ ഇസ് എ സിമട്രി ഓർ ദർ ഇസ് എ ഡിപ്പെൻഡൻസ് ഓഫ് ബി ആൻഡ് mu 0 j ആൻഡ് എ ആൻഡ് ബി. അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ബയോട്ട്-സാവർട്ട്സ് ലോക്ക് വീണ്ടും ഞാനൊന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ അക്കോർഡിംഗ് ടു ബയോട്ട്-സാവർട്ട്സ് ലോ, ബി ഈക്വൽ ടു mu 0 by 4 pi വോളിയം ഇൻറ്റഗ്രൽ ജെ ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടോ. ഓക്കെ, ഇനി അപ്പം നമ്മൾ ഈ ഡിപ്പെൻഡൻസി വെച്ച് നമ്മൾ വീണ്ടും മാറ്റാൻ പോവാണ്. അപ്പം ഞാൻ ഇത് ചെയ്യുമ്പോൾ ബിക്ക് പകരം ഞാൻ എ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ mu 0 j ക്ക് പകരം ഞാൻ ആരെ കൊടുക്കേണ്ടി വരും? ബി കൊടുക്കേണ്ടി വരും അല്ലേ. സോ ദിസ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഈക്വൽ ടു mu 0 j ക്ക് പകരം ആ കൊടുക്കണം. അപ്പോൾ 1 by 4 pi ബാക്കിയുണ്ട്. വോളിയം ഇൻറ്റഗ്രൽ mu 0 j ക്ക് പകരം ബി അല്ലേ, ബി ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടോ. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കി നോക്കുക. നമുക്ക് ഇപ്പം കിട്ടിയ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഇതാണല്ലേ. ഇനി നമ്മൾ തൊട്ട് മുന്നേ നമുക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇ ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് മൈനസ് 1 by 4 pi വോളിയം ഇൻറ്റഗ്രൽ ബി ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടോ അല്ലേ. അപ്പോൾ ഇവിടെ മൈനസ് ഇല്ലാന്നുണ്ടെങ്കിൽ ദിസ് ഇസ് നത്തിങ് ബട്ട് എ തന്നെയല്ലേ. രണ്ട് ഇക്വേഷൻ കൂടെ കമ്പയർ ചെയ്തേക്ക്. സോ ഐ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എ ഇൻ
this equation, that is the equation for E. So E equal to minus dou by dou t of, ഈ ബാക്കിയുള്ള ടേം എന്താണ്, എ ആണ്. സോ എ, സോ E equal to minus dou a by dou t. So this is the electric field, induced electric field and magnetic vector potential. Now let's take the curl of this equation. So curl എടുക്കുന്ന സമയത്ത് del cross E equal to minus del cross dou a by dou t. സംശയമൊന്നുമില്ലല്ലോ. സോ ഞാൻ ഈ ഒരു ടേമിനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് ഓഫ്, രണ്ടും ക്രോസ് പ്രൊഡക്റ്റ് അല്ലേ. സോ ഡെൽ ക്രോസ് ഓഫ് ഇ ഓൾറെഡി ഇവിടെ ഉണ്ട്, മൈനസ് ഡോ എ ബൈ ഡോ ടി ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ഡോ എ ബൈ ഡോ ടി ഈക്വൽ ടു 0. നോക്കിയേ, കേൾ ഓഫ് ദിസ് ഫംഗ്ഷൻ, ഈ ഒരു ബ്രാക്കറ്റിലുള്ള ഇ പ്ലസ് ഡോ എ ബൈ ഡോ ടി ആണ് എന്ത്, 0. അപ്പം കേൾ വാനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ടേം ഷുഡ് ബി സം ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ ആയിരിക്കണം. ശരിയല്ലേ? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറഞ്ഞ സമയത്ത് നമുക്ക് ജസ്റ്റ് ഡെൽ ക്രോസ് ഇ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദർ ഇസ് നോ ഡിപ്പെൻഡൻസ് ഓഫ് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ. പക്ഷേ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോ ഡൈനാമിക്സ് ആണ്, അല്ലെങ്കിൽ ആക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ there will be dependence on electric field and magnetic vector potential. So I will substitute for E plus dou A by dou T as negative gradient of some scalar function. So E plus dou A by dou T equal to minus del V, or E equal to minus del V minus dou A by dou T. So this is the dependence of, or this is the active electric field in terms of scalar potential and magnetic vector potential for an active electric field. That is important. If it was an static electric field, then this electric field do not depends on this term dou A by dou T. കാരണം എന്താ വെച്ചാൽ ആക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാൻ കാരണം എന്താ, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ്. എ എന്ന് പറയുന്ന ആരാ, മാഗ്നറ്റിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്യുന്ന ആളാണ്. മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്യുന്ന ആളാണ്. സോ അതുകൊണ്ട് മാത്രമാണ് ഈ ടേം വരുന്നത്. ഇത് സ്റ്റാറ്റിക് ആയിരുന്നെങ്കിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, സോ ദിസ് ടേം വാനിഷസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഗെയിൻ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഇക്വേഷൻ തന്നെ കിട്ടും. സോ in this point I can say that the active electric field E equal to minus del V minus dou A by dou T. Inductance and Lenz's law. Suppose a steady current I passes through a circuit or a conductor, it will produce a static magnetic field, and which is given by our Biot-Savart's law, B equal to mu 0 I by 4 pi closed line integral dl cross r cap by r square. Suppose if I change the magnetic field, or if I change the current through the conductor, then magnetic field will also changes. So which causes the magnetic flux phi to change, because magnetic flux phi equal to closed surface integral B dot ds. So when I changes, B changes. When B changes, there will be changes in magnetic flux, so which will induce an induced EMF in the circuit. So what is the basic definition, or what do you mean by inductance? Actually, inductance is the property of an electric conductor or circuit that causes an EMF to be generated or induced by a change in current. നമുക്കറിയാം, കറണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് കാരണം ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം എന്ത് ചെയ്യും, നമ്മുടെ സർക്യൂട്ടിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡക്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നൗ what do you mean by Lenz's law? Actually, Lenz's law gives the direction of induced EMF in a circuit. Actually, Faraday's law gives only the magnitude of induced EMF. He never gives the direction of induced EMF. According to Lenz's law, the induced EMF E equal to the negative rate of change of magnetic flux, that is
E equal to minus d phi by dt. Now, for a definition, the induced EMF will cause a current to flow in the closed loop in such a direction that opposes the change in the linking flux. അതായത് നമ്മൾ എടുക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്ത് ചേഞ്ച് ആണോ സംഭവിച്ചിട്ടുള്ളത് ആ ചേഞ്ചിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ സർക്യൂട്ടിൽ എന്ത് ചെയ്യുക, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മുടെ സർക്യൂട്ടിൽ കറണ്ട് പെട്ടെന്ന് കുറയാന്ന് വിചാരിക്കാം. കറണ്ട് പെട്ടെന്ന് കുറയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫ് ആ സർക്യൂട്ടിൽ കറണ്ട് കുറയുന്നതിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. സോ ദാറ്റ് ഈസ് സിംപ്ലി ലെൻസസ് ലോ. Self-inductance L. Consider a closed loop through which a current I is flowing. Then the magnetic flux linked with this circuit will be phi equal to closed surface integral B dot ds. So from this we can assume or we can find that phi depends on magnetic field. And Biot-Savart's law gives the relationship between the induced magnetic field and the current. That is, according to Biot-Savart's law, B equal to mu 0 by 4 pi closed line integral I cross dl by r square. Okay, so from that equation, B will be proportional to the current through the conductor or circuit. So combining these two equations, one can write y is proportional to b and which is proportional to I, or simply phi is proportional to I. Now the proportionality can be replaced by a constant, so phi equal to L into I, where L is known as the self-inductance of that coil, or the self-inductance L equal to flux phi divided by current flowing through the coil or circuit. If we draw a graph connecting the flux and current, that is flux along y axis and current along x axis, then we will get a straight line. We will get a straight line, and the slope of this straight line will give you the self-inductance L. So if the slope is more, then the self-inductance of the coil will be more.